after a long gap I'm doing a video, and today is 28th May 2024 and we are 6 months pregnant officially with twins. Okay, കുറേ അപ്ഡേറ്റ്സ് തരാനുണ്ട്. ഞാൻ കുറേ നാൾ ഞാൻ ഒരു ഫസ്റ്റ് ട്രൈമസ്റ്ററൊക്കെ എനിക്ക് എഴുന്നേക്കാൻ പോലും വയ്യ, ഛർദിൽ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു. ദെൻ വാട്ട്, പിന്നെയും എന്നാലും ഓക്കെ അല്ലായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ കുറച്ച് ഓക്കെ ആയിട്ട് വരുന്നു. പക്ഷേ കുറച്ച് പ്രോബ്ലംസും ഉണ്ട്. ബട്ട് സ്റ്റിൽ നമ്മൾ പ്രോബ്ലംസിനൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. നമ്മളെല്ലാം ഈശോപ്പായ്ക്ക് വിട്ടു കൊടുത്തേക്കാണ് ആ സൈഡ്. ബേബീസ് ഹെൽത്തി ആയിട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ 2025 നമ്മളിപ്പോഴും എൻ്റെ മനസ്സവിടെ അങ്ങോട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ കുഞ്ഞു പ്രോബ്ലംസ് ബേബീസിന് ഇങ്ങനെ പറഞ്ഞു. അതായത് ഒരാൾക്ക് ചെറിയ കിഡ്നിയുടെ ഇതും ഒരാൾക്ക് ചെറിയൊരു ഹാർട്ടിൻ്റെ ഒരിതും, അത് കാരണം ചിലപ്പോൾ ഭാവിയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഇല്ലയോ എനിക്കൊന്നും അറിഞ്ഞൂടാ. വോട്ടെവർ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. ബിക്കോസ് ഒരു കുഴപ്പമുണ്ടാവില്ല രണ്ടുപേർക്കും. ഓക്കെ, അതാണ് എൻ്റെ വിശ്വാസം. മൈ ബേബീസ് ഇസ് പ്രൊട്ടക്റ്റഡ് ബൈ ഹെവൻലി ഗോഡ്. ഓക്കെ, രണ്ടുപേരെയും കറക്റ്റ് ടൈം. പിന്നെ എനിക്ക് മുമ്പ് എനിക്ക് പ്രീ ടേം ലേബർ ഉണ്ടാകുമോ എന്നൊക്കെ പേടിയുണ്ടായിരുന്നു. കാരണം ജൂൺ ജൂലൈയിലൊക്കെ ഞാൻ ലേബർ നടക്കും. പക്ഷേ ഇല്ല. ലൈക്ക് നൗ ഐ എം പ്രേയിങ്, ഐ എം മാനിഫെസ്റ്റിംഗ് ടു മൈ ഗോഡ്. ലൈക്ക് 35 വീക്സ് വരെ എങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ വയറ്റിൽ തന്നെ കിടന്ന് വളരും. പുറത്തെങ്ങും ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. ഞങ്ങൾ അമ്മയുടെ വയറ്റിൽ കിടന്ന് വളർന്നിട്ട് പുറത്ത് വരത്തുള്ളൂ. ആൻഡ് വേറൊരു തിങ് എന്നെ കൺസേൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ബേബി ബംബ് ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ തൊട്ടിരിക്കാമല്ലോ. വേറൊരു തിങ് എന്നെ കൺസേൺ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ബേബി കിക്സ് കിട്ടുന്നില്ല. അതായത് തുടങ്ങിയെന്ന് വെച്ചാൽ ഇന്നലെ ലൈറ്റായിട്ട് എനിക്ക് ഈ സൈഡിൽ നിന്ന് കിട്ടി തുടങ്ങി. പക്ഷെ അതൊരു ഉച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരിക്കും എനിക്ക് ഫീൽ ചെയ്ത് ഇങ്ങനെ, പക്ഷേ പിന്നെ എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഇന്ന് ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വെച്ചേക്കും അതിന് ബേബി കിക്കാണോ. പക്ഷെ ബേബി കിക്കാണ്, അങ്ങനൊരു ഫീലിംഗ് എനിക്ക് ആദ്യമായിട്ടാണ് ഉണ്ടായത്. മേ ബി തുടക്കം ആയതുകൊണ്ടായിരിക്കും ഫ്രീക്വൻ്റ്ലി കിട്ടാത്തത്. പിന്നെ കിട്ടും. പിന്നെ ട്വിൻസ് ആയതുകൊണ്ട് തന്നെ എങ്ങനെയാണ് എന്ന് എനിക്കറിയില്ല. മറ്റേ ഒറ്റ കൊച്ചാണെങ്കിൽ നമുക്ക് ഫീൽ ചെയ്യും, ഇവിടെ തല ഇവിടെ കാല്. ഇതിപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് അറിയില്ല. സോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെന്താ, മാക്സിമം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ഞാൻ ഇനി ശ്രമിക്കും. ബിക്കോസ് ഞാൻ ഇപ്പോഴും ഹാപ്പി ആയിരുന്നു. പക്ഷെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എനിക്ക് ഇമോഷണൽ ഇത് വരും. ഞാൻ ബെഡ് റെസ്റ്റിലാണ്. എന്നാലും കുറച്ചുകൂടെ ആക്ടിവിറ്റീസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനിപ്പോൾ വീഡിയോ തന്നെ എടുക്കാൻ മോട്ടീവ് വന്നത്. കുറേ വീഡിയോസ് റെക്കോർഡ് ചെയ്യണം, കുറേ കാര്യങ്ങൾ എഴുതണം, കുറേ ബുക്സ് വായിക്കണം, കുറേ പടം വരയ്ക്കണം. ഇങ്ങനെയൊക്കെ കുറേ ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ ലൈക്ക് വെറുതെ ഈ ദിവസങ്ങൾ കളയാതെ എന്തെങ്കിലുമൊക്കെ ഓരോന്ന് ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഓൾസോ നമ്മൾ ബേബി പ്രോഡക്ട്സ് ഒക്കെ ഞാനിങ്ങനെ ഓരോന്നിങ്ങനെ വാങ്ങിച്ച് വെക്കുകയാണ്. കാരണം നമുക്ക് എപ്പോഴാണ് ഡെലിവറി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ലൈക്ക് ഐ വോണ്ട് ടു എൻജോയ് ദിസ് ഫേസ് ഓഫ് മൈ ലൈഫ്. ഇത് കഴിഞ്ഞ് വേറൊരു ന്യൂസ് അറിഞ്ഞായിരുന്നു, ഞാൻ റെക്കോർഡ് ചെയ്തതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഐ ആം ഒഫീഷ്യലി ഇൻ അവർ ഗവൺമെൻറ് എംപ്ലോയി. ഇപ്പോൾ ലീവിലാണ്, മെഡിക്കൽ ലീവിലാണ്. സോ ഇപ്പോൾ ഞാൻ ജൂലൈ ഇപ്പോൾ റീജോയിൻ ചെയ്തിട്ട് മെറ്റേണിറ്റി ലീവ് എടുക്കും. അത് കഴിഞ്ഞിട്ട് ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ എനിക്ക് ജോയിൻ ചെയ്യണം ഡ്യൂട്ടിയിൽ പിന്നെയും. അപ്പോൾ പിന്നെ ഞാനൊരു ബിസി ലൈഫായിരിക്കും. ലൈഫ് ഈസ് ഗോയിങ് ടു ചേഞ്ച് 2025 മുതൽ. ലൈക്ക് ബേബീസ് ആർ ഗോയിങ് ടു കം. എല്ലാം കുറേ നല്ല കാര്യങ്ങൾ വരാൻ പോകുന്നു. ലൈക്ക് 2025 മുതൽ വേറൊരാളായിരിക്കും. ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു ടെൽ ടു മൈ ഓൾഡ് സെൽഫ്, നീയായിട്ടിരിക്കുക, ഒത്തിരി സ്നേഹിക്കുക പിള്ളേരെ, നല്ല കാം പേഴ്സണായിരിക്കുക, ഹാപ്പി പേഴ്സണായിരിക്കുക, വലിയൊരു പ്രശ്നങ്ങളൊന്നും തലയിലോട്ട് എടുക്കാതിരിക്കുക. ദാറ്റ്സ് ഓൾ. ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക. എനിക്ക് എപ്പോഴും എനിക്കൊരു ഗിൽറ്റ് ഇതിനെ പിന്നെ ഇങ്ങനെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ മൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ലൈക്ക് പറയാനുള്ള, ഞാൻ എപ്പോഴും ഒരു കാം ഹാപ്പി പേഴ്സൺ ആയിട്ടിരിക്കുക. അമ്മ ആകുമ്പോൾ നീ ചേഞ്ച് ചെയ്യേണ്ട. ലൈക്ക് നീ കുറച്ച് രണ്ടുപേരെയും കൂടെ എക്സ്ട്രാ സ്നേഹിക്കുക. മൈ ഹോൾ ലൈഫ് ഇസ് ഗോയിങ് ടു ചേഞ്ച്. സോ നീ മാറണ്ട. ബട്ട് ലൈക്ക് എന്താ, നീ കാമായിട്ടിരിക്കുക. ചുറ്റും എന്ത് പ്രശ്നം വന്നാലും നീ എടുക്കാതിരിക്കുക. നീ എടുത്ത ആരെ ബാധിക്കും? എൻ്റെ കുരുന്നുമണികളെ ബാധിക്കും. ഞാൻ പേരൊക്കെ ഇട്ട് കേട്ടോ ഇപ്പോഴേ. ലൈക്ക്
എനിക്ക് അറിഞ്ഞൂടെ ജെൻഡർ ഏതാണ്, ബട്ട് ഐ യൂസ് ടു കോൾ ദം ടുട്ടു ആൻഡ് നൂനു. ടുട്ടു ആൻഡ് നൂനു എന്നെ ചതിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ ബി ഹാപ്പി. ബൈ ബൈ. അമ്മ ലവ്സ് യു സോ മച്ച് ടുട്ടു നിന്നു. പെട്ടെന്ന് കിക്ക് ചെയ്യട്ടോ എന്നെ. ബൈ.